ഏറ്റവും ഹൈ ക്വാളിറ്റി ഏലക്ക ഞാൻ ട്രൈ ചെയ്തതിൽ ഏറ്റവും ബെസ്റ്റ് ഏലക്ക പെർഫ്യൂം എന്ന് പറയുന്നത് നീഷ് മിൽക്കി വേ തന്നെയാണ്. അതിലൊരു സംശയമില്ല. അതുപോലെ ഒരു കൈപ്പുണ്യുള്ള ഒരാളാണ് ഇതിൽ സ്വീറ്റ്നസ് ചേർത്തിരിക്കുന്നത്. അതുകൊണ്ട് ഓവർ പവറിംഗ് അല്ല. അത് എനിക്ക് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യമായിട്ട് തോന്നി. അതുകൊണ്ടാണ് സെമി ഗുർമോൺ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിത് പെട്ടെന്ന് എടുത്ത് അടിക്കാൻ പറ്റുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. പലപ്പോഴും ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ ഫേസ്ബുക്ക്, യൂട്യൂബ് ഒക്കെ പ്ലേ ചെയ്യുമ്പോൾ കണ്ടിരുന്നൊരു റീലാണ് നീഷ് പെർഫ്യൂമിൻ്റേത്. ഞാൻ പറഞ്ഞൊരു കുറച്ച് 2015-14 കാലഘട്ടത്താണ് ഞാൻ ഇവരുടെ 2016 ഞാൻ ശരിക്കും ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. അന്ന് ഇത് വാങ്ങണോ വേണ്ടോ എന്നുള്ള ചിന്തയായിരുന്നു. വാങ്ങണോ? അത് മാത്രമല്ല അന്നത്തെ കാലത്തും നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് ആയിരുന്നില്ല. പക്ഷെ പിന്നീട് എനിക്കറിയാൻ കഴിഞ്ഞു ഇത് എയർപോർട്ടിൽ ഇവർക്ക് പ്രത്യേക ലോഞ്ച് ഉണ്ടെന്നും എയർപോർട്ടിൽ ഇവർക്ക് പ്രത്യേക കൗണ്ടറൊക്കെ ഉണ്ടെന്നും അറിയാൻ കഴിഞ്ഞു. അത്രമാത്രം അത് ഫേമസ് ആയി. ആ സമയത്ത് ഒരുപാട് ഇൻഫോസിസ് ഒക്കെ റിവ്യൂ കൊടുത്ത് ഇവരുടെ ടൊബാക്കോയുടെ ഏതോ പറയണം, ടൊബാക്കോയുടെ ഹോട്ട് ടൊബാക്കോ എന്തോ പറയണം, അത് ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു. അതിനുശേഷം അവര് ഒരെണ്ണം ഇറക്കി, നീഷ് മിൽക്കി വേ എന്നും പറഞ്ഞ് ഒരെണ്ണം ഇറക്കി. ഈ നീഷ് മിൽക്കി വേ ഇറക്കി ഏതാനും നാളുകൾ കൊണ്ട് അതിന് ഡിസ്കണ്ടിന്യൂ ചെയ്തു. അത് ഡിസ്കണ്ടിന്യൂ ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഇതിന്റെ അന്ന് ഇറക്കിയ സമയത്ത് കിട്ടിയിരുന്ന ഇൻഗ്രീഡിയന്റ് പിന്നെ വില കൂടി. ആ റോ മെറ്റീരിയൽസിന് വില കൂടിയപ്പോൾ ഇവരത് ഡിസ്കണ്ടിന്യൂ ചെയ്തു. ഇത് വളരെ ഫേമസ് ആയിട്ടുള്ള പെർഫ്യൂമേഴ്സിനെ കൊണ്ടിട്ടാണ് ഇത് മേക്ക് ചെയ്തത്. റെംകോ ഡിമേറോ എന്നുള്ള പെർഫ്യൂമർ പല ഫേമസ് ആയിട്ടുള്ള, ഇപ്പോൾ ഉദാഹരണത്തിന് അക്വാരിജിയോ EDP ഇന്റൻസ് ഒക്കെ അദ്ദേഹത്തിന്റെ വർക്കാണ്. ഒരുപാട് ഫേമസ് ആയിട്ടുള്ള പെർഫ്യൂംസ് ഒക്കെ അദ്ദേഹം ചെയ്തിട്ടുണ്ട്, നീഷ് പെർഫ്യൂംസ് ഒക്കെ. സോ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പെർഫ്യൂമറെ കൊണ്ട് വർക്ക് ചെയ്തു. അന്നൊക്കെ നമുക്കൊരു ചിന്ത ഉണ്ടായിരുന്നു, ഫ്രഞ്ച് പെർഫ്യൂം എന്ന് പറയുന്നത് സായിപ്പ് തന്നെ ചെയ്യണം, അല്ലെങ്കിൽ പെർഫ്യൂം എന്ന് പറയുന്നത് സായിപ്പ് കൊണ്ട് ചെയ്താൽ മാത്രമേ അത് വർക്കാകൂ. അപ്പൊ അങ്ങനെ ഒരു അപ്രമാദിത്വം നിലനിന്നിരുന്ന ഒരു കാലത്ത് ഒരു ഇന്ത്യൻ കമ്പനി 1904 ഒന്നാം ലോക മഹായുദ്ധത്തിന് മുമ്പേ പ്രവർത്തിച്ചിരുന്ന ഒരു ഏകദേശം 130 വർഷമായിട്ട് നിലവിലുള്ള ഒരു പെർഫ്യൂം കമ്പനിയാണ് നീഷ് എന്ന് പറഞ്ഞ ബ്രാൻഡ്. അപ്പൊ പേര് പോലെ തന്നെ നീഷാണ്. അപ്പൊ അത്രയും പാരമ്പര്യമുള്ള ഒരു ഹൗസ് ഒരു വലിയൊരു ഫേമസ് ആയിട്ടുള്ള ഒരു പെർഫ്യൂമറെ കൂടി ഒരു വർക്ക് ചെയ്യുന്നു. അപ്പൊ അദ്ദേഹം എന്ന് പറയുന്നത് ഈ റെംകോ ഡിമേറ എന്നുള്ള പെർഫ്യൂമർ, അദ്ദേഹം ഏലക്കയിൽ ഒരു വിദഗ്ധനാണ്. ഏലക്ക മെയിൻ ആയിട്ട് വരുന്ന നോട്ടുകൾ ഇദ്ദേഹത്തിന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഏലക്ക വെച്ചിട്ടുള്ള പെർഫ്യൂമിലാണ് ഇയാൾ കൂടുതൽ എന്താ പറയുക ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്, കൂടുതൽ ആൾ നിരീക്ഷണം നടത്തിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഇന്ത്യയിൽ നമ്മുടെ നീഷ് എന്നുള്ള ബ്രാൻഡ് ആൾ അപ്രോച്ച് ചെയ്യുന്നു. അദ്ദേഹം പറഞ്ഞത് ശരി, ഞാൻ ഇവിടെയും ഏലക്ക വെച്ചിട്ട് ഏറ്റവും ബെസ്റ്റ് ഏലക്ക വെച്ചിട്ട് തന്നെ നല്ലൊരു പെർഫ്യൂം മേക്ക് ചെയ്യാം, ഒരു ഗുർമോൺ സീരീസ്, ഒരു സെമി ഗുർമോൺ സീരീസ് ഒരു പെർഫ്യൂം മേക്ക് ചെയ്യാന്ന് പറഞ്ഞിട്ടാണ് ഈ പെർഫ്യൂം ഇറക്കിയത്. പക്ഷേ ഇൻഗ്രീഡിയൻ്റ് ഒക്കെ വളരെ ഫൈനസ്റ്റ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് വെച്ചിട്ടാണ് ചെയ്തത്. പക്ഷേ എന്തുകൊണ്ടോ അന്ന് അതിന്റെ റോ മെറ്റീരിയൽസ് കിട്ടാക്കനി ആയപ്പോൾ ഒരു ഡിസ്കണ്ടിന്യൂ ചെയ്തു. പക്ഷേ വളരെ വലിയൊരു ക്യാമ്പയിൻ നടന്നു, ഈ പെർഫ്യൂം തിരികെ കൊണ്ടുവരണം. അങ്ങനെ ആളുകളുടെ അഭ്യർത്ഥന മാനിച്ചാണ്, കണ്ടിട്ടില്ലേ ചില സിനിമകൾ റിലീസ് ചെയ്യുന്ന ആൾക്കാരുടെ അഭ്യർത്ഥന മാനിച്ച് റിലീസ് ചെയ്യുന്നത് പോലെ ഈ പെർഫ്യൂം ഡിസ്കണ്ടിന്യൂ ചെയ്ത പെർഫ്യൂം വീണ്ടും ഒരു ലോഞ്ച് ചെയ്തു. അങ്ങനെ ഇറക്കിയ ഒരു പെർഫ്യൂമാണ് മിൽക്കി വേ. ഇതിന്റെ ആദ്യത്തെ സ്പ്രേയിൽ തന്നെ ഞാൻ ഇതിനെ പാന്റി ഡ്രോപ്പർ സീരീസിൽ ഉൾപ്പെടുത്തി. ആദ്യത്തെ സ്പ്രേയിൽ തന്നെ ഈ ബഹിഷ്കരണം നടത്താൻ എനിക്ക് മടിയില്ല. എനിക്ക് രണ്ടാമതൊന്നും ആലോചിക്കേണ്ടി വന്നില്ല. അത് അത്രയ്ക്ക് ക്വാളിറ്റിയും അത്രയ്ക്ക് യൂണീക്കും ആയിട്ടുള്ള ഒരു മണമാണ് ഈ ഒരു പെർഫ്യൂമിൻ്റെത്. ഇനി പെർഫ്യൂമിലേക്ക് വരാം. കിടിലൻ പാക്കേജിങ്, അത് പറയാതിരിക്കാൻ വയ്യ. നല്ല ക്വാളിറ്റി പാക്കേജിങ്. നീഷ് എന്ന് കൊടുത്തുണ്ട്. 1904 ഈ ഹൗസ് ലോഞ്ച് ചെയ്തത്. ഏകദേശം 130 പഴക്കമുള്ള ഒരു ബ്രാൻഡ്. എക്സ്ട്രൈറ്റ് പെർഫ്യൂമാണ്. എക്സ്ട്രൈറ്റ് ആണ്. സോ ഓയിൽ കോൺസെൻട്രേഷൻ വളരെ സ്ട്രോങ് ആണ്. ഇവിടെ അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ട്, ഇൻഫർമേഷൻസ്. ഞാൻ വാങ്ങിയപ്പോൾ 7500 അടുപ്പിച്ചാണ് എൻ്റെ റേറ്റ് ആയത്. തുടക്കത്തിൽ വരുന്നത് 7500 റേറ്റ് ആയത്. ഇത് കൊടുത്തിരിക്കുന്നത് 8500. ഇപ്പം ഓഫർ ഒക്കെ ഉണ്ടെന്നൊക്കെ പറയുന്നു. ഞാൻ വാങ്ങിയിട്ട് കുറേ നാളായി, ഒരു 1-2 മാസമായിട്ടുണ്ടാവും. നമ്മൾ ഈ ഒരു ബോക്സ് അടിക്കുമ്പോൾ അതിനകത്ത് ഒരു കട്ടിയുള്ളൊരു ബോക്സ്, നമ്മൾ ഈ ഐഫോൺ അല്ലെങ്കിൽ സാംസങ് ഗാലക്സി സീരീസ് ഒക്കെ അൺബോക്സ് ചെയ്യുന്ന പോലെ ഒരു കട്ടിയുള്ള, ഏതാണ്ട് അതേ കട്ടിയുള്ള ഒരു കാർഡ്ബോർഡാണ് കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ ബോട്ടിൽ അകത്ത് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. ഞാൻ 2 ബോട്ടിൽ വാങ്ങി. ഏകദേശം ഒരു 20 ml ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് ഈ ഒരു 1-2 മാസം കൊണ്ട്. ഇതാണ് ഇതിൻ്റെ ബോട്ടിലും ബോക്സും. ബോട്ടിലിൻ്റെ ഇതെന്ന് പറയുന്നത് നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ളൊരു ബോട്ടിൽ ഡിസൈനാണ്. ഒരു ഏലക്കയുടെ നിറം തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ലൈറ്റ് കളർ മുകളിലോട്ട് പോകും തോറും കളർ കൂടി വരുന്ന രീതിയിൽ ചെയ്തിരിക്കുന്നു. ഏലക്കയുടെ ഒരു തീമാണ്. ഏലക്ക ജ്യൂസ്, ഏലക്ക സത്ത്, ഏലക്ക മറ്റേ ഈ ഇതല്ലേ പ്രസ് ചെയ്തെടുക്കുമ്പോൾ കിട്ടുന്ന ഒരു സത്ത്, ചാറ് അതിൻ്റെ പേര് പറയുന്നത് കോൾഡ് പ്രസോ, അതുപോലെ. ക്യാപ്പ് വരുന്നത് മെറ്റലാണ്. നമ്മൾ പെർഫ്യൂംസിൻ്റെ മാറിലെ പോലെ അല്ലെങ്കിൽ നിഷാന് ബക്രാത്ത് പോലുള്ള, ബക്രാത്ത് പോലുള്ള ഒരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള മെറ്റൽ ക്യാപ്പ് കണ്ടോ. അടിപൊളി പ്രീമിയം ക്യാപ്പാണ് കൊടുത്തിട്ടുള്ളത്. ബോട്ടിൽ ഒരു രക്ഷയില്ല, അവിടെ മെറ്റലാണ് കൊടുത്തിട്ടുള്ളത്. കൊള്ളാം. ബോട്ടിലും പാക്കേജിങ് പ്രസൻറ്റേഷനൊക്കെ നൈസ്. ഇനി ഇതിൽ ചേർത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻറ്റ് ഞാൻ പറയാം. ഇതെല്ലാം കിട്ടാവുന്നതിൽ ഏറ്റവും ബെസ്റ്റ് ഫൈനസ്റ്റ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇതിൽ ചേർത്തിരിക്കുന്ന കാർഡമം ഗോട്ടിമാലയിൽ നിന്ന് ഇറക്കുമതി ചെയ്തതാണ്. ലെമൺ ഓയിൽ അത് അമേരിക്കയിൽ നിന്ന് ഇറക്കുമതി ചെയ്തതാണ്. ക്യൂമിൻ ഓയിൽ അത് നമ്മുടെ ഇന്ത്യയിൽ നിന്ന് തന്നെയാണ്. സിനമൺ ഓയിൽ ശ്രീലങ്കയിൽ നിന്ന്. മാൻഡറിൻ ഓയിൽ ഇറ്റലിയിൽ നിന്ന്. ഇറ്റലിയിലെ മാൻഡറിൻ എന്ന് പറഞ്ഞാൽ വളരെ ഫേമസ് ആണ്. സിസിലിയൊക്കെ നിങ്ങൾക്ക് അറിയാം. അമാൽഫി. പിന്നെ സൈപ്രിൽ, അത് സ്ഥലത്തിൻ്റെ പേര് എനിക്ക് കണ്ണൂയി. പിന്നെ ഒളിബാനം ഓയിൽ ടർക്കി. ഗ്വാക്ക്വുഡ് പ്രാഗ്. ബ്ലാക്ക് പെപ്പർ ഓയിൽ സിംഗപ്പൂർ. സാൻഡൽവുഡ് ഓയിൽ ഓസ്ട്രേലിയ.
അപ്പോൾ കിട്ടാവുന്നതിൽ ഏറ്റവും ഫൈനസ്റ്റ് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 0 ആൽക്കഹോൾ ബ്ലാസ്റ്റ്, 0 സിന്തറ്റിക്. നമ്മൾ അത്രയും പൈസ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് വേണം. സോ അതിൽ 10ൽ 10 അടിക്കുന്ന ആദ്യത്തെ സ്പ്രേയിൽ തന്നെ 0 ആൽക്കഹോൾ, 0 സിന്തറ്റിക്. ഇനി ഇതിൻ്റെ സ്പ്രെയർ എന്ന് പറയുന്നത് പ്രഷറൈസ് ചെയ്തിട്ടുള്ള സ്പ്രെയറാണ് കണ്ടോ, സ്മൂത്ത് ആയിട്ടുള്ള സ്പ്രെയർ. ഇനി ട്രൈ ചെയ്യാം. ഏലക്ക, ഏറ്റവും ഹൈ ക്വാളിറ്റി ഏലക്ക. ഞാൻ ട്രൈ ചെയ്തതിൽ ഏറ്റവും ബെസ്റ്റ് ഏലക്ക പെർഫ്യൂം എന്ന് പറയുന്നത് നീഷ് മിൽക്കി വേ തന്നെയാണ്. അതിലൊരു സംശയമില്ല. നിങ്ങൾക്ക് ഏലക്കയുടെ മണം അതേപടി കിട്ടും. ഇതിൽ ചേർത്തിരിക്കുന്നത് ഏലക്കയും പാലും. പാലെന്ന് പറയുമ്പോൾ പാല് എടുത്ത് ഒഴിച്ചെന്നല്ല, പാലിൽ ചേർത്തിരിക്കുന്ന പാലിൻ്റെ ആ ഒരു മണം ഇമിറ്റേറ്റ് ചെയ്യുന്ന ലാക്ടോണിക് നോട്ട് ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനൊരു മിൽക്കി വാനില സ്മെല്ലാണ്. മിൽക്കി വാനില കാർഡമം. ഇതിൽ ആദ്യം ചേർത്തിരിക്കുന്ന കാർഡമവും പിന്നെ പാലിൻ്റെ മണവും വളരെ എവിഡൻ്റ് ആണ്. ആദ്യത്തെ സ്പ്രേയിൽ തന്നെ നിങ്ങൾക്ക് ഈ ഫ്രാഗ്രൻറ്റിക്കയിലോ അല്ലെങ്കിൽ ഇതിൻ്റെ നോട്ട് വായിച്ചിട്ടില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് അത് പിക്ക് ചെയ്യാൻ പറ്റും. ആദ്യത്തെ സ്പോട്ടിൽ തന്നെ ഏലക്കയും മിൽക്കി നോട്ടും പിന്നെ വാനിലയും എവിഡൻ്റ് ആയിട്ട് നിൽപ്പുണ്ട്. പിന്നെ കോക്കനട്ട്, തേങ്ങാപ്പാലിൻ്റെ ഒരു മണം, ഒരു റിച്ച് ആൻഡ് ക്രീമി ആയിട്ടുള്ളൊരു സ്മെൽ. ഇതൊരു സെമി ഗുർമോണ്ടാണ്. സെമി ഗുർമോണ്ട് എന്ന് പറയുന്നത് ഒരുപാട് തല പെരുക്കുന്ന രീതിയിലുള്ള സ്വീറ്റ് അല്ല, എന്നാൽ പെർഫെക്റ്റ് എമൗണ്ട് ഓഫ് സ്വീറ്റ്നസ്. ഒരു കൈപ്പുണ്യമുള്ള ഒരാൾ ഒരു അടപ്രഥമൻ ഉണ്ടാക്കുമ്പോൾ അടപ്രഥമനിൽ അല്പം മധുരം കൂടിപ്പോയാൽ എന്ത് സംഭവിക്കും? നമുക്ക് ചെടിക്കും, തല കുത്തൽ വരും, നമുക്ക് കുറച്ചെങ്കിലും കിറുങ്ങിയിരിക്കും അല്ലേ. അത് കറക്റ്റ് എമൗണ്ടിലുള്ള മധുരമാണ് ചേർന്നെങ്കിൽ വീണ്ടും അടുത്ത ഗ്ലാസ് നമ്മൾ വീണ്ടും കുടിക്കും. സോ അതുപോലെ ഒരു കൈപ്പുണ്യമുള്ള ഒരാളാണ് ഇതിൽ സ്വീറ്റ്നസ് ചേർത്തിരിക്കുന്നത്. അതുകൊണ്ട് ഓവർ പവറിംഗ് അല്ല. അത് എനിക്ക് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യമായിട്ട് തോന്നി. അതുകൊണ്ടാണ് സെമി ഗുർമോണ്ട് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിത് പെട്ടെന്ന് എടുത്ത് അടിക്കാൻ പറ്റുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ചില സ്വീറ്റ് പെർഫ്യൂം എന്ന് പറയുമ്പോൾ നമുക്ക് ലൊക്കേഷൻ കണ്ടുപിടിക്കണം. ഇതിന് അങ്ങനെ ഒരു പ്രശ്നമില്ല. അതെ, ഇവിടെ ഇപ്പോൾ നമുക്ക് നന്നായിട്ട് ആ തേങ്ങാപ്പാലും ഏലക്കയും വാനിലയും ക്രീമും പിന്നെ കാർഡമം, ഏറ്റവും ഹൈ ക്വാളിറ്റി കാർഡമമാണ് ചേർത്തിരിക്കുന്നത് ഏലക്ക. ഇതിന് ഈ നമ്മുടെ ടോം ഫോർഡ് നൊവാർ എക്സ്ട്രീമിൽ ഒരു കുൽഫി നോട്ട് ചേർത്തിട്ടുണ്ട്. കുൽഫി ഗ്രീൻ കളറിലെ കോണ് പോലെ ഇരുന്ന് പുറത്ത് ഏലക്കയൊക്കെ ഫ്ലേവർ ഉള്ളത്. അപ്പോൾ ആ ഒരു ഗ്രീൻ കളറിലുള്ള കുൽഫി അത് സ്മെല്ല് ചെയ്യുമ്പോൾ കിട്ടുന്ന മണം. അതുപോലെ തന്നെ എനിക്ക് ഓർമ്മ വരുന്നത് ഈ പാലിനകത്ത് ഏലക്ക ഇട്ട് വെച്ച് തിളപ്പിച്ചാറ്റിയ ഒരു പാൽ, അല്പം പഞ്ചസാരയൊക്കെ ചേർത്ത് തിളപ്പിച്ചാറ്റിയ പാൽ, അതിനകത്ത് ഏലക്കയുടെ ഫ്ലേവർ നിറച്ചിട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇതിൽ കോക്കനട്ടിൻ്റെ സ്മെല്ല് ഒരു കുക്കി ബിസ്ക്കറ്റാണ്. കുക്കി ബിസ്ക്കറ്റ് എന്ന് പറയുന്നത് തേങ്ങാക്കൊത്ത് ഇട്ട് വെച്ച ഒരു ബിസ്ക്കറ്റ്, തേങ്ങയുടെ ഫ്ലേവറുള്ള ഒരു ചുട്ടെടുത്ത കുക്കി. അത് നിറയെ തേങ്ങ ഇങ്ങനെ ചുരണ്ടി തേച്ച് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ഒടിക്കുമ്പോഴും തേങ്ങയുടെ ആ ഒരു പീസ് നമുക്ക് അതിൽ കാണാൻ പറ്റും. അത്രയ്ക്ക് തിക്കായിട്ടുള്ള തേങ്ങ കൊണ്ട് നിർമ്മിച്ച ചുട്ടെടുത്ത ഒരു കുക്കി. അത് ഈ പറഞ്ഞ പാലും ഏലക്കയും അല്പം പഞ്ചസാരയും ചേർത്ത് അതൊന്ന് മുക്കി കഴിക്കുമ്പോൾ ഒരു മണം, അതാണ് ഇതിൻ്റെ ഒരു ഗുർമോണ്ട് മണം എന്ന് പറയുന്നത്. എനിക്ക് ഡ്രൈ ഡൗണിൽ എവിടെയോ എനിക്ക് ഈ പറഞ്ഞ അടപ്രഥമൻ കയ്യിൽ പറ്റിയിട്ടൊന്ന് സ്മെല്ല് ചെയ്യുമ്പോൾ ഒരു മണം വരില്ല. ഏലക്കയുടെയും പാലിൻ്റെയും സ്വീറ്റും ശർക്കരയൊക്കെ ഒരുക്കിയ ഒരു മണം, അതുപോലത്തെ ഒരു മണമാണ് എനിക്ക് ഡ്രൈ ഡൗണിൽ കിട്ടിയത്. അത് എല്ലാവർക്കും കിട്ടുന്നതാണ് എനിക്കറിയില്ല. സോ ഇത് ഭയങ്കര ഗുർമോണ്ടാണ്, എന്നാൽ ഓവറായിട്ടുള്ള സ്വീറ്റ്നസ്സും ഇല്ല. പെർഫെക്റ്റ് എമൗണ്ട് ഓഫ് സ്വീറ്റ്നസ്, പെർഫെക്റ്റ് എമൗണ്ട് ഓഫ് സ്പൈസി എന്ന് പറയുമ്പോൾ അത് ചേർത്തിരിക്കുന്ന ഏലക്കയാണ് സ്പൈസി ആയിട്ട് ആകെ ഉള്ളത്, വേറെ ഒന്നുമില്ല. അത് പെപ്പർ എന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷേ അതൊന്നും കിട്ടില്ല. ഞാൻ ഈ പറഞ്ഞ ഇത്രയും നോട്ടായിരിക്കും കിട്ടുക. അതുകൊണ്ട് തന്നെ ഇത് ഈ ഏലക്കയുടെ മണത്തിന് പെർഫ്യൂമറിയിൽ ഭയങ്കര ഒരു സെക്സി ആയിട്ടുള്ള ഒരു അട്രാക്ഷൻ ഉണ്ട്. ഈ ഏലക്കയുടെ നോട്ട് വരുന്ന പല പെർഫ്യൂമും, നമ്മൾ ഏത് പെർഫ്യൂം എടുത്താലും ഏലക്ക ചേർത്തിട്ടുണ്ടോ അതിൻ്റെ ക്യാരക്ടർ തന്നെ മാറും, ഒരു പ്ലേ ബോയ് ടൈപ്പായിട്ട് മാറും. സോ ഇതിൽ മെയിൻ നോട്ട് എന്ന് പറഞ്ഞാൽ ഏലക്കയാണ് താരം. ഏലക്കയും ഈ പാലും ഈ കോക്കനട്ട് മിൽക്കും ക്രീമും വാനിലയും ഒക്കെ ചേർന്ന് വരുന്നൊരു മണമാണ് മിൽക്കി വേ. ആ പേര് സൂചിപ്പിക്കുന്നത് മിൽക്കി വേ. വളരെ സെഡക്റ്റീവ് ആയിട്ടുള്ളൊരു പെർഫ്യൂം. ആദ്യത്തെ സ്പ്രേയിൽ തന്നെ ഞാൻ ഫ്ലാറ്റായി. എനിക്കിത് ഇമ്മീഡിയറ്റ് ആയിട്ട് പാൻറ്റി ഡ്രോപ്പർ സീരീസിൽ വെക്കണമെന്ന് തോന്നിയ പെർഫ്യൂം. അതുകൊണ്ട് ഇതെനിക്കൊരു, ഞാൻ പറഞ്ഞില്ല, ഇതൊരു ഇന്ത്യൻ പെർഫ്യൂമായിട്ട് തോന്നിയതേ ഇല്ല. അത് മാത്രമല്ല എനിക്കൊരു നീഷ് പെർഫ്യൂം, പേര് നീഷ് തന്നെയാണ്. എനിക്കൊരു പെർഫ്യൂംസ് ഡാൻ മാർലി അല്ലെങ്കിൽ സെർജോ നിഷാൻ അല്ലെങ്കിൽ ഓർത്തോ പാരീസി അതുപോലുള്ള ഒരു ഹൗസിൻ്റെ ഒരു പെർഫ്യൂം ട്രൈ ചെയ്ത പോലെ എനിക്ക് തോന്നുന്നത്. അതേ ക്വാളിറ്റിയുള്ള ബോട്ടിൽ നല്ലൊരു പെർഫ്യൂമിനെ കൊണ്ട് ചെയ്തിരിക്കുന്നു. സിന്തറ്റിക് ഇല്ല, നാച്ചുറലാണ്, എല്ലാം കൊണ്ട് വർത്തായിട്ടുള്ളൊരു പെർഫ്യൂം. ഇൻവെസ്റ്റ് ചെയ്ത പൈസ വർത്തായിട്ടുള്ള പെർഫ്യൂം. എന്നെ സംബന്ധിച്ച് ഇതുപോലുള്ള മണങ്ങളൊക്കെയാണ്. ഞാൻ ഒരു പെർഫ്യൂം എന്ന് പറഞ്ഞ് നമ്മൾ വാങ്ങുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ക്വാളിറ്റി വേണം അല്ലേ, അല്ലെങ്കിൽ എല്ലാവർക്കും കിട്ടുന്ന ഒരു മണം നമ്മൾ വാങ്ങിയിട്ട് കാര്യമില്ല. യുണീക്നെസ് ഉണ്ടാവണം. ഇത്തരം പെർഫ്യൂം ട്രൈ ചെയ്യുമ്പോഴാണ് നമുക്ക് ഇങ്ങനെ ഉണ്ടല്ലോ പെർഫ്യൂം, ഇതൊക്കെ ആവണം പെർഫ്യൂം എന്ന് പറയാം. ഇനി ഇതിൻ്റെ പെർഫോമൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ, പെർഫോമൻസ് ഇന്നടിച്ചാൽ പിറ്റേന്ന് ഷർട്ടിൽ മണം ഉണ്ടാവും. വളരെ സ്ട്രോങ് എക്സ്ട്രാ ഡേ പെർഫ്യൂമാണ് ഓയിൽ കോൺസെൻട്രേഷൻ. നിങ്ങൾ വസ്ത്രത്തിൽ അടിച്ചു കഴിഞ്ഞാൽ ഇന്നടിച്ചാൽ പിറ്റേന്ന് മണം ഉണ്ടാവും. പിറ്റേന്ന് ഷർട്ട് എടുക്കുമ്പോൾ നമുക്ക് ഒരു വിഫ് കിട്ടും, മണം പുറത്തേക്ക് വരുന്നതാണ്. സോ വളരെ സ്ട്രോങ് ആണ്. ബോഡിയിൽ എനിക്ക് തോന്നുന്നു ബോഡിയിൽ അടിക്കുന്നതിനേക്കാൾ വസ്ത്രത്തിൽ അടിക്കുന്നതായിരിക്കും ബെറ്റർ. ഇപ്പോഴത്തെ കാലാവസ്ഥ ആയതുകൊണ്ടാണ്. പക്ഷെ ബോഡിയിൽ നന്നായിട്ട് നിൽക്കുന്നുണ്ട്. കയ്യിൽ ഓയിൽ കോൺസെൻട്രേഷൻ കിട്ടില്ലേ, ഇത് ഓയിൽ കോൺസെൻട്രേഷൻ കൂടുതലാണ്, അതുകൊണ്ട് തന്നെ ബോഡിയിൽ നിൽക്കുന്നുണ്ട്. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ വസ്ത്രത്തിൽ അടിക്കുക. ഇത് ലോങ്ജിവിറ്റി
ഒരു 12 മണിക്കൂർ 10-12 മണിക്കൂറാണ് ലോങ്ജെവിറ്റി. പ്രൊജക്ഷൻ 2.5 മണിക്കൂർ മുതൽ 3 മണിക്കൂർ വരെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള പ്രൊജക്ഷൻ. 4-5 സ്പ്രേക്ക് 5 സ്പ്രേക്ക് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ റൂം ഫില്ലറായിട്ട് മാറും. എൻ്റെ അഭിപ്രായത്തിൽ ഒരു 5 സ്പ്രേ മതി. ഒരു ദിവസം മുഴുവനും ടോപ്പപ്പ് ചെയ്യാതെ നിൽക്കണമെങ്കിൽ 5 സ്പ്രേ ധാരാളമാണ്. സോ ഉപയോഗിക്കേണ്ട കാലാവസ്ഥ വെയിലത്ത് അടിച്ചിട്ട് ഇറങ്ങരുത്. ഓഫീസിൽ AC ആണെന്നുണ്ടെങ്കിൽ ഓഫീസിൽ യൂസ് ചെയ്യാം. പക്ഷെ ഓഫീസിൽ നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ ഒരു 4 സ്പ്രേ മതിയാവും AC ആണെങ്കിൽ. വൈകുന്നേരം രാത്രി ഉപയോഗിക്കണം എന്നാണ് എനിക്കൊരു പറയാനുള്ളത്. തണുപ്പുണ്ടെങ്കിൽ കുറേ കൂടി നന്നായിട്ട് ഇതിൽ ഓരോ നോട്ടും നമുക്ക് അറിയാൻ പറ്റും. സോ വൈകുന്നേരം രാത്രിയും ഉപയോഗിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഓഫീസിൽ ഉപയോഗിക്കുന്നതുകൊണ്ട് തെറ്റില്ല, പക്ഷേ ഓഫീസിൽ നമ്മൾ ഒരുപാട് വാരി വലിച്ചടിക്കരുത്. ഒരു 4 സ്പ്രേ തന്നെ ധാരാളമാണ്. സോ ഇത് ആര് വാങ്ങണം? ബഡ്ജറ്റ് പെർഫ്യൂംസ് അന്വേഷിച്ച് നടക്കുന്നവർ വാങ്ങാൻ പറ്റിയതല്ല. ഇതൊരു നീഷ് ടൈപ്പ് ക്വാളിറ്റി. അതായത് നിങ്ങൾ ഉപയോഗിക്കുന്ന പെർഫ്യൂം അത് നിങ്ങളുടേത് മാത്രമായിരിക്കണം, മറ്റുള്ളവർക്ക് ആമണം ഉണ്ടാവാൻ പാടില്ല. ഒന്നത്. പിന്നെ വളരെ യുണീക്ക് ആയിരിക്കണം. പിന്നെ ചേർത്തിരിക്കുന്നത് ഏറ്റവും ഫൈനസ്റ്റ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് വെച്ച് ഇറക്കിയ പെർഫ്യൂം ആയിരിക്കണം. ഹൈ ക്വാളിറ്റി ജ്യൂസ് ആയിരിക്കണം. നാച്ചുറൽ ആയിരിക്കണം. സിന്തറ്റിക് ആവരുത്. ഇത്രയുമാണ് നിങ്ങളുടെ മാനദണ്ഡമെങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഈ ഒരു പെർഫ്യൂം. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് ട്രൈ ചെയ്യാതെ നിങ്ങൾ വാങ്ങരുത്. ട്രൈ ചെയ്തിട്ട് വേണം വാങ്ങാൻ. ഞാൻ അവരുടെ സൈറ്റിൽ നിന്നാണ് ഇത് പർച്ചേസ് ചെയ്തത്. അവരുടെ സൈറ്റിൽ നമുക്ക് ഡയറക്റ്റ് വാങ്ങാൻ പറ്റും. ഇപ്പോൾ ഓഫർ ഉണ്ടെന്നൊക്കെ പറയുന്നു. ഞാൻ വാങ്ങിയപ്പോൾ ഇത്ര റേറ്റ് ആയിട്ടുണ്ട്. പ്രായം ഏത് പ്രായക്കാർക്ക് യൂസ് ചെയ്യാം. എനിക്ക് തോന്നുന്നു യൂണിസെക്സ് ആയിട്ടുള്ള പെർഫ്യൂമാണ്. യൂത്തിന് കുറേ കൂടി സെറ്റ് ആവുമെന്ന് തോന്നുന്നു. 10 ml ഡീക്കൻ്റ് ആക്കിയിട്ടുണ്ട്. ട്രൈ ചെയ്തിട്ട് വേണം വാങ്ങാൻ. റാംകോ ഡിമേറ എന്നുള്ള പെർഫ്യൂമർ, അദ്ദേഹത്തിൻ്റെ മണം ഇതിലൂടെ തുടരട്ടെ. അദ്ദേഹം 2018 മരിച്ചുപോയി. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ ഈ പെർഫ്യൂമിലൂടെ കണ്ടിന്യൂ ചെയ്യട്ടെ. അതുപോലെ ഞാൻ ട്രൈ ചെയ്തതിൽ ഏറ്റവും ബെസ്റ്റ് ടൊബാക്കോ ആണ് അവരുടെ ടൊബാക്കോ വാനില പെർഫ്യൂം. ഡെഫിനറ്റ് ആയിട്ട് ട്രൈ ചെയ്യണം. ഇത് കഴിഞ്ഞിട്ടേ ഉള്ളൂ പെർഫ്യൂം സ്റ്റൈമായാലും ഹെറോദ് ആണെങ്കിലും ടോം ഫോർഡ് ടൊബാക്കോ വാനി ആണെങ്കിലും ഞാൻ ഇതുവരെ ട്രൈ ചെയ്തതിൽ ഏറ്റവും റിയലിസ്റ്റിക് ആയിട്ടുള്ള ടൊബാക്കോ അത് ഈ ഒരു പെർഫ്യൂമാണ്. ഇത് ഞാൻ റിവ്യൂ ചെയ്യാം പിന്നീട്.